ഞാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം ഡോക്ടറോട് ചോദിക്കാനാണ്. ചോദ്യം അടിസ്ഥാനമില്ലാത്തതാണെങ്കിൽ അപ്പോഴേ മറന്നു കളയണം. പ്രസാദിന്റെ ഏട്ടന് എന്നോട് സംസാരിക്കാൻ ഈ മുഖവിര വേണോ? എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർക്ക് അറിയാവുന്ന കാര്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. പ്രസാദിന്റെ ജീവിതത്തെപ്പറ്റിയാണ്, അവൻ്റെ ഭാവിയെപ്പറ്റിയാണ്. താളം തെറ്റിയ അവൻ്റെ മനസ്സിന് ഡോക്ടർ ഏറ്റവും നല്ല ചികിത്സ നൽകി. കൈവിട്ടു പോയെന്ന് കരുതിയ ഞങ്ങളുടെ പ്രസാദിനെ ഡോക്ടർ തിരികെ തന്നു. ഏതൊരു ഡോക്ടറുടെയും കടമയല്ലേ അത്? പക്ഷെ എല്ലാ ഡോക്ടർമാരും ആ കടമ ഓർക്കാറില്ല. ഡോക്ടർ അത് ഓർത്തു, അത് മാത്രം ഓർത്തു. ആജീവനാന്തം എന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയാനാണ് ഭാവമെങ്കിൽ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ക്ഷമിക്കണം. അങ്ങനൊരു കടപ്പാടിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഡോക്ടർക്ക് സമ്മതമാണോ എന്നറിയാനാണ് വന്നത്. ഇത് എൻ്റെ മാത്രം ആഗ്രഹമല്ല, അമ്മയുടെയും ബാലമാമയുടെയും ഒക്കെ ആഗ്രഹമാണ്. എനിക്ക് വ്യക്തമാവുന്നില്ല. ഹോസ്പിറ്റലിൽ മരണത്തെ മുഖാമുഖം കണ്ട് പ്രസാദ് കിടന്നപ്പോൾ സുമിത്ര അവനെ സന്ദർശിച്ചത് ഡോക്ടർക്ക് അറിയാലോ. ആ വരവ് ഒരു പുതിയ തുടക്കമാണെന്ന് ഞങ്ങൾ കരുതി. ഞങ്ങളെക്കാളേറെ പ്രസാദ് കരുതി. മാപ്പ് നൽകാൻ തയ്യാറായൊരു മനസ്സുമായിട്ടാണ് സുമിത്ര വന്നതെന്ന് ആ പാവം വിശ്വസിച്ചു. പക്ഷെ അതൊരു ചടങ്ങ് സന്ദർശനം മാത്രമായിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലായത്. വെറും ഒരു തെറ്റിദ്ധരിപ്പിക്കൽ. ഇപ്പോ പുതിയ വിവാഹത്തിന് തയ്യാറാവുകയാണ് സുമിത്ര. പക്ഷേ പ്രസാദിനെ അങ്ങനെ വിഡ്ഢിയാക്കാൻ ഇനി ഞങ്ങൾ സമ്മതിക്കില്ല. അവനും വേണം പുതിയൊരു ജീവിതം. എന്നുവെച്ചാൽ അവൻ്റെ എല്ലാ പ്ലസും മൈനസും അറിയുന്ന ഒരു മനസ്സ് അവനെ സ്വീകരിക്കാൻ തയ്യാറാകണം. അങ്ങനൊരു മനസ്സുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ആ മനസ്സിനോടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഡോക്ടർക്ക് അങ്ങനെ ഒരു ബന്ധത്തിന് താല്പര്യമുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ശരിയാണോ? ശരിയാണ്. താല്പര്യമുണ്ടായിരുന്നു. പ്രസാദിന്റെ മനസ്സ് പൂർണ്ണമായി അറിയുന്നത് വരെ. പക്ഷേ അവിടെ സുമിത്ര മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞതോടെ ഞാൻ പിന്മാറി. അതാണല്ലോ ചെയ്യേണ്ടതും, അല്ലേ? സുമിത്രയുടെ സ്ഥാനം മറ്റാർക്കും നേടിയെടുക്കാൻ കഴിയില്ല. അതാണ് സത്യം. പക്ഷേ സുമിത്ര മറ്റൊരു വിവാഹത്തിന് ആയിരിക്കാം എന്ന് കരുതി പ്രസാദിന് സുമിത്ര റിജക്റ്റ് ചെയ്യാൻ കഴിയില്ല, വെറുക്കാനും കഴിയില്ല. സുമിത്രയെ മറ്റൊരു ബന്ധത്തിലേക്ക് തള്ളിവിട്ടതിന്റെ കാരണവും താനാണെന്ന് പ്രസാദ് വിശ്വസിക്കുന്നു. ഉറച്ചതാണ് ആ വിശ്വാസം. ആ വിശ്വാസം എടുത്തു മാറ്റാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിൽ കുറച്ചെങ്കിലും സത്യമുണ്ട്. ഇല്ലെന്ന് പറയാമോ? പക്ഷേ സുമിത്ര അവനെ സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ ആ സാഹചര്യം മാറണം. അതിന് അവർ തമ്മിൽ യോജിക്കാനുള്ള വഴികൾ കണ്ടെത്തുകയാണ് വേണ്ടത്. ഏതോ ചില വാശികൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കിയ അവർ തമ്മിലുള്ള സ്നേഹവും സൗഹൃദവും അത് കണ്ടെത്തണം. അല്ലാതെ പകരത്തിന് പകരം ചെയ്യുകയല്ല വേണ്ടത്. ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയെങ്കിൽ? സ്നേഹത്തിന്റെ ഭാഷ മനസ്സിലാകാത്തവർ മനുഷ്യരാണോ? ഞാനൊരു മനുഷ്യ സ്ത്രീയാണെന്നാണ് എന്റെ വിശ്വാസം. എന്നാൽ ഞാൻ ശരി, എടുത്തു ചാടി ഒരു തീരുമാനത്തിലും എത്തണ്ട. ശരി ഡോക്ടറെ, നന്ദി.
സാർ, എന്നെ കാണണമെന്ന് പറഞ്ഞത്? ആ, നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ സാർ? ദേശീയ പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ നിങ്ങൾ തടവുകാർക്ക് ശിക്ഷയിൽ ചില ഇളവുകൾ ലഭിക്കാറുണ്ട്. ഇപ്പോ ഗാന്ധി ജയന്തി വരികയല്ലേ, അപ്പോ നിന്റെ പേരൊന്ന് ശുപാർശ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സത്യമാണോ സാർ? എനിക്കിത് വിശ്വസിക്കാമോ? എന്നെ റിലീസ് ചെയ്യൂ. അങ്ങനെ അമിത പ്രതീക്ഷയൊന്നും വേണ്ട, ഒരു ശ്രമം അത്രയേ ഉള്ളൂ. ഭാഗ്യമുണ്ടെങ്കിൽ നിനക്കും നറുക്ക് വീഴും. പിന്നെ നിന്റെ ജയിൽ ഹിസ്റ്ററി വളരെ നല്ലതാണ്. ജയിലിൽ ആർക്കും ഒരു ശല്യവും നീ ഉണ്ടാക്കിയിട്ടില്ല. മാത്രവുമല്ല, നീ ശിക്ഷ സ്വയം ചോദിച്ചു വാങ്ങിയവനുമാണ്. ഏതായാലും സാഹചര്യങ്ങൾ അനുകൂലമായി വന്ന സ്ഥിതിക്ക് എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തു നോക്കാം. വളരെ നന്ദിയുണ്ട് സാർ. കേരളം ബഹുമാനിക്കുന്ന വലിയൊരു കവിയുടെ മകനാണല്ലോ നീ, അതും ഒരു കാരണമാണ്. ആ, നീ പേപ്പറിലൊക്കെ ഒന്ന് ഒപ്പിട്. ദാ, ഇവിടെ. ദാ, ഇവിടെ ഇവിടെ. ഹാബിച്വൽ ക്രിമിനൽസിനെയും അല്ലാത്തവരെ എനിക്ക് തിരിച്ചറിയാം. നീ എങ്ങനെയോ ഈ ട്രാപ്പിൽ വീണുപോയതാണ്. ജയിൽ പുള്ളികൾ നല്ലവരാണെന്ന് തെളിഞ്ഞാൽ പിന്നെ അവരെ രക്ഷിക്കാനേ ഞാൻ ശ്രമിക്കാറുള്ളൂ. പിന്നെ അച്ഛനോടും പറയണം വേണ്ട ശ്രമങ്ങൾ നടത്താൻ. പറയാം സാർ. ശ്രമങ്ങൾ വിജയിച്ചാൽ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ വീണ്ടും അബദ്ധങ്ങളിൽ നിന്നും ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിന്നെപ്പോലുള്ള സാധുക്കൾക്ക് പാർക്കാനുള്ള സ്ഥലമല്ല ഇതെന്ന് മനസ്സിലായി കാണുമല്ലോ. ശരി, ബാബയ്ക്കോളൂ. ദിലീപിനോട് വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തിക്കൊള്ളാൻ പറഞ്ഞോളൂ. ഞാനും അതിന് തയ്യാറെടുക്കുകയാണ്. ചെറിയ ചടങ്ങ് മതിയെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ദിലീപിൻ്റെ അളിയന്മാരോട് പ്രേമൊന്ന് സംസാരിക്കണം. അവർക്ക് ആർഭാടം വേണമെന്ന് നിർബന്ധം. അതിനെന്താ സാർ, ഞാൻ സംസാരിക്കാം. പിന്നെ അളിയന്മാർക്കൊന്നും ഈ വിവാഹത്തിൽ ഒരു പങ്കുമില്ല. എല്ലാം ദിലീപിന്റെ തീരുമാനം പോലെ നടക്കും. ഇറങ്ങാം. എന്നാ പോയിട്ട് വരട്ടെ പ്രേം. ഉം. മോളെ, ഞങ്ങള് നല്ലൊരു അയൽക്കാരെ നഷ്ടപ്പെട്ട വിഷമത്തില. സുമിത്ര ഇവിടെ ഉണ്ടെങ്കിൽ താരയ്ക്കത് വലിയ റിലീഫാ. അതെ ചേച്ചി, എത്രയും വേഗം സ്ഥലം മാറ്റം വാങ്ങി ഇങ്ങോട്ട് വന്നൂടെ? അതിനുള്ള ശ്രമത്തിലാ. അപമാനം ഭയന്നാ നാട് വിട്ടത്. ഇനിയിപ്പോൾ ആരെ ഭയക്കാനാ അല്ലേ? മിക്കവാറും വിവാഹത്തിന് മുമ്പ് ഞങ്ങൾ തിരികെ വന്നേക്കും. എന്നാ ഇനി യാത്രയില്ല. ആ പിന്നെ ഗേറ്റ് പൂട്ടി താക്കോല് നാരായണൻകുട്ടി ഏൽപ്പിച്ചേക്കണം. ശരി. വാ. ഊട്ടിയേക്കുമല്ലോ അല്ലേ? അച്ഛൻ വന്നില്ലേ? പുറത്തുണ്ട്. എന്നോട് പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. നിങ്ങൾ വന്നത് നന്നായി. ഒരു വാർത്തയുണ്ട്. നിങ്ങളൊന്ന് വന്നു കിട്ടണേ എന്ന പ്രാർത്ഥനയിലായിരുന്നു ഞാൻ. എന്താ ബാബു, നീ വളരെ സന്തോഷത്തിലാണല്ലോ. ഒരുപാട് സന്തോഷം തരുന്ന വാർത്തയാണ്. ഗാന്ധി ജയന്തി പ്രമാണിച്ച് കുറേ തടവുകാരെ ശിക്ഷ ഇളവ് ചെയ്ത് റിലീസ് ചെയ്യുന്നുണ്ടത്രേ. ആ ഗ്രൂപ്പിലേക്ക് എൻ്റെ പേര് റെക്കമെൻഡ് ചെയ്യാമെന്ന് സൂപ്രണ്ട് പറഞ്ഞു. ഈശ്വര, ഇത് നേരാണോ? അതെ ചേച്ചി, സൂപ്രണ്ട് എന്നോട് നേരിട്ട് പറഞ്ഞതാ. ഇവിടുത്തെ എൻ്റെ പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന് നല്ല അഭിപ്രായമാണത്രേ. എത്ര നല്ല വാർത്തയാ ചേച്ചിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഈശ്വരൻ നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല മോനെ.
അതിരിക്കട്ടെ, ഇങ്ങോട്ട് പറയാൻ നല്ല വാർത്തയൊന്നുമില്ലേ? ഞാൻ ഉദ്ദേശിച്ചത് കോടതിയിലെ കാര്യ. എന്താ ചേച്ചി, അയാൾ കാലുമാറിയോ? ഇല്ല ബാബു, പ്രസാദേട്ടൻ എല്ലാം സമ്മതിച്ചു. എല്ലാം. ഹോ, ഭാഗ്യം. എല്ലാം നല്ല വാർത്തകളാണല്ലോ. അപ്പോ ഡൈവോഴ്സ് ഉടനെ നടക്കും അല്ലേ? കേസ് കൗൺസിലിങ്ങിന് വിട്ടിരിക്കുക. അതെന്തിനാ ഇനിയൊരു കൗൺസിലിംഗ്? രണ്ടുപേർക്കും സമ്മതമാണെന്ന് കോടതിയിൽ പറഞ്ഞില്ലേ? അതങ്ങനെയാ. വെറുതെ ഇട്ട് വലിച്ചഴക്കുകയാണ്. ഉടനെ ഉണ്ടാവോ കൗൺസിലിംഗ്? അതോ 6 കൊല്ലം കഴിയോ? കോടതിക്ക് അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ട് ബാബു. നമ്മൾ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. കാര്യമുണ്ട് ചേച്ചി. ഇപ്പം അനുകൂലമായിട്ടൊരു സ്റ്റാൻഡ് എടുത്തു എന്ന് കരുതി കൗൺസിലിംഗിൽ അയാൾ ചൂടുമാറ്റിയാലോ? ഒരു പ്രത്യേക ക്യാരക്ടറാണ് അയാൾ. ഡൈവോഴ്സിന് സമ്മതമല്ലെന്നെങ്ങാനും അയാൾ കയറി പറഞ്ഞാൽ? അങ്ങനെ പറയില്ല പ്രസാദേട്ടൻ. നമ്മളൊക്കെ കണക്ക് കൂട്ടുന്നതിനേക്കാൾ അപ്പുറത്തെങ്ങുമാണ് പ്രസാദേട്ടൻ ഇപ്പോൾ. നമുക്ക് മനസ്സിലാക്കാവുന്നതിനും അപ്പുറത്ത്. എന്തോ എനിക്ക് അയാൾ ഒട്ടും തന്നെ വിശ്വാസമില്ല. അഭിനയിക്കാൻ പണ്ടേ മിടുക്കനാണ് അയാൾ. പഴയ കാലം വെച്ച് പുതിയതിനെ അളക്കുന്നത് എപ്പോഴും ശരിയാവില്ല ബാബു. തെറ്റുകൾ ഒരു ഭാഗത്ത് മാത്രമായിരുന്നില്ലല്ലോ. പൂർണ്ണ മനുഷ്യരായി ആരും ഉണ്ടാവില്ല. ഒരു രാത്രിക്ക് ഒരു പകൽ. അത് മനുഷ്യരിലും ഉണ്ട്. ശരിയാണ്, പ്രസാദേട്ടൻ മൂലം ഒരുപാട് ദുഃഖം ഞാൻ അനുഭവിച്ചു. പക്ഷെ തിരിച്ച് സംഭവിച്ചില്ലേ? ഞാൻ കാരണം പ്രസാദേട്ടനും എത്രയോ ദുരന്തങ്ങൾ അനുഭവിച്ചു. ആ വേദനകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സത്യത്തിൽ ഞാൻ അനുഭവിച്ചതൊക്കെ എത്രയോ നിസ്സാരം. ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? അയാൾ അനുഭവിച്ചെങ്കിൽ അതിന് കാരണം ചേച്ചിയല്ല, അയാൾ ചെയ്ത പ്രവൃത്തികളാണ്. പ്രവൃത്തികൾക്കനുസരിച്ച ശിക്ഷയാണ് കിട്ടുക. അപ്പോ നിനക്ക് കിട്ടിയ ശിക്ഷ നിന്റെ പ്രവൃത്തിക്കുള്ളതാണോ? നീ ഒരു ക്രിമിനലാണോ? എന്റെ കാര്യമല്ല ഇപ്പൊ വിഷയം. ചേച്ചിയുടെ ഈ ചാഞ്ചാട്ടമാണ്. ശരിയല്ല ചേച്ചി. നമ്മുടെ കുടുംബം തകർത്ത ദുഷ്ടനാണ് അയാൾ. അയാളോട് അല്പം പോലും സെന്റിമെന്റ്സിന്റെ കാര്യമില്ല. മാനസിക രോഗത്തിന്റെ ഒരു ആനുകൂല്യവും അയാളുടെ പ്രവൃത്തികൾക്ക് ന്യായീകരണമാവില്ല. ന്യായീകരിക്കല്ല ബാബു. എത്ര കണ്ണടച്ചാലും നാം കണ്ടുപോകുന്ന ചില സത്യങ്ങളുണ്ട്. ഞാനത് കാണുകയാണ്. മനസ്സിന്റെ ചാഞ്ചല്യമെന്ന് നീ പറഞ്ഞില്ലേ? അതിന് കാരണങ്ങളുണ്ട്. സത്യത്തിൽ ഞാൻ വല്ലാതെ ശ്വാസം മുട്ടുകയാണ് ബാബു. ആരോടൊക്കെയോ തെറ്റ് ചെയ്യാണെന്നൊരു തോന്നൽ. ഇത് അപകടം പിടിച്ച തോന്നലാണ്. നടന്ന വഴി അത്രയും തിരിച്ചു നടക്കരുത്. നമ്മുടെ രോഗിയെ അച്ഛനെ ഓർത്തെങ്കിലും ചേച്ചി പിന്തിരിയാൻ പാടില്ല. ഇതറിഞ്ഞാൽ അച്ഛന് താങ്ങാനാവില്ല. അച്ഛനെ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരും. അതിന് വഴിവെക്കണോ? ഇല്ല ബാബു, അച്ഛന് വേദനയുണ്ടാക്കുന്ന ഒന്നിനും ഞാൻ തയ്യാറാവില്ല. എനിക്കതിന് കഴിയില്ല. എങ്കിൽ ആ മനുഷ്യനെ പറ്റി അനുകൂലമായി ചിന്തിച്ചതും പറഞ്ഞതുമെല്ലാം മറക്കണം. കൊലപാതകി കുമ്പസരിച്ചുകൊണ്ട് അയാൾ ചെയ്ത കൊലപാതകങ്ങൾ ഇല്ലാതാവുന്നില്ല. നമ്മുടെ ജീവിതം തകർത്തവനാണ് പ്രസാദ്. അയാൾക്ക് മാപ്പ് കൊടുക്കരുത് ചേച്ചി. ചേച്ചി പോയിക്കോളൂ.